ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് വർഷം 1 തികയുകയാണ്. മോളി ജോസഫ് ഹായ്. ഒക്ടോബർ 7 2023 ഇസ്രായേലും ഹമാസും തമ്മിൽ വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോകുമ്പോൾ, സ്നേഹത്തോടെ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒക്ടോബർ 7 ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു ഇസ്രായേലിൽ. അത് ഹറാമാണല്ലോ. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഒരു ഹറാമായ കൃത്യം ഭൂമിയിൽ നടക്കുമ്പോൾ അള്ളാഹു വിഷമിക്കില്ലേ? അള്ളാഹുവിന് ആകെ പ്രയാസം വരില്ലേ? ടെൻഷൻ വരില്ലേ? അപ്പോ അതൊന്ന് കലക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ഏറെ സന്തുഷ്ടനാകും. ആ കലക്കിയവരോട് അള്ളാഹു സംപ്രീതനാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ മ്യൂസിക് ഫെസ്റ്റ് ഒന്ന് കലക്കാൻ ഹമാസ് ഭീകരർ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യുന്നത്. കാരണം പിശാചാണല്ലോ മ്യൂസിക് നടത്തുന്നത് ഇസ്ലാമിക മതപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ അള്ളാഹുവിന് അത് വലിയ മാനക്കേടും മോശവുമാണ്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, അപ്പൊ പടച്ചോ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നും ചോദിക്കരുത്, അങ്ങനൊന്നും ചോദിച്ചു കളയരുത്. ബുദ്ധിമുട്ടാണ്, അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2400ഓളം ആളുകൾ പങ്കെടുത്ത ഒരു മ്യൂസിക് ഫെസ്റ്റ് കുറച്ചു പേര് ചിതറി ഭയന്നോടി. 1400 പേരെ ഇവര് കൊലപ്പെടുത്തി. ശേഷിച്ച 257ഓളം ആളുകളെ പിടിച്ചു ബന്ദികളാക്കുകയും ചെയ്തു. ഒക്ടോബർ 7 ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് ഇസ്രായേൽ അതിന് മറുപടി കൊടുത്തു. ഇവര് വിചാരിച്ചു, നമ്മൾ 1400 പേരെ കൊന്നു, ശരി 2800 പേരെ കൊന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് നമ്മളോടുള്ള കലി അടങ്ങുമായിരിക്കും. പക്ഷെ രക്ഷയില്ല. 1,00,000 ആളുകളോളം പരിക്ക് പറ്റി. 23 ലക്ഷത്തോളം ജനങ്ങൾ ഭവനരഹിതരായി നാടുപേക്ഷിച്ചു പലായനം ചെയ്യേണ്ടി വന്നു. എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടും ശരി, 50 ലക്ഷത്തോളം അടുക്കുന്നു മരണപ്പെട്ട ആളുകൾ, 50,000-ഓളം. 1,00,000 ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. എന്നിട്ടും ഇസ്രായേലിന്റെ കലി അടങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പക അടങ്ങുന്നില്ലെങ്കിൽ ഇസ്രായേൽ എന്തുപോലെയുള്ള രാജ്യമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇസ്രായേലിനെ വകവരുത്താൻ, ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ വേണ്ടി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുങ്ങി ഇറങ്ങിയപ്പോഴും ഇസ്രായേലിലെ യോദ്ധാക്കൾ കഷ്ടയ്ക്ക് അവിടെ തന്നെ നിന്നു. നിങ്ങൾ വെല്ലുവിളിച്ചു, ഞങ്ങളിത് സ്വീകരിച്ചു, ഞങ്ങൾ തയ്യാറാണ്, വന്നോളാൻ പറഞ്ഞു. ജിതിൻ ജോസ് ഹായ്. ജയ് ഭാരത്. അതെ, നമ്മുടെ രാജ്യം ജയിക്കണം. മാധവി ഹായ്, നമ്മുടെ മെമ്പറാണ്. അപ്പോ ഇസ്രായേലിനെ എന്തോ ഇറാനിലെ കൊമേനി അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. ഇസ്രായേലിൽ ഇപ്പോ ഒറ്റ സൈനികരുമില്ല. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച 1-ാം വാർഷികം ഹമാസ് ആഘോഷിക്കുമ്പോൾ ഇസ്രായേലിൽ ഒറ്റ ആള് പോലും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുക്കാൽ മീഡിയകളൊക്കെ ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കുന്നുണ്ട്. അതേപോലും ഇസ്രായേലിന്റെ രോമത്തിലൊന്ന് തൊടാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങോട്ടാക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നറിയാത്തവരല്ല ജൂതന്മാർ. അവർക്കറിയാം, നമ്മൾ അങ്ങോട്ടാക്രമിക്കുമ്പോൾ നമ്മളെ തിരിച്ചവരാക്രമിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിനിറങ്ങിയവരാണ് ഇസ്രായേലിൽ. അവർക്കറിയാം എങ്ങനെയായിരിക്കും നമുക്കൊരു തിരിച്ചടി ഉണ്ടാകുന്നത്.
അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? വളരെ കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായും തന്നെയാണ് ജൂതപ്പടക്കളത്തിൽ ഇറങ്ങിയത്. ഒരു ഫ്രാൻസിനെ കണ്ടിട്ടോ അമേരിക്കയെ കണ്ടിട്ടോ ഇന്ത്യയെ കണ്ടിട്ടോ അല്ല, സ്വന്തം സൈന്യത്തിന്റെ മികവും നൈപുണ്യവും അവർക്ക് ഈ രാജ്യത്തോടുള്ള ആത്മാർത്ഥതയും കണ്ട് തന്നെയാണ് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും കണ്ടിറങ്ങാൻ അവര് വിഡ്ഢികളല്ല. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന്. യുദ്ധപാഠത്ത് പിച്ചവെച്ച ഇസ്രായേലരെ യുദ്ധ നിയമങ്ങളും യുദ്ധമുണ്ടാക്കുന്ന അനന്തര ഫലങ്ങളെ കുറിച്ചും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ ഗാസയിലെ മസ്ജിദിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഗാസയ്ക്കും യഥേഷ്ടം സമ്മാനങ്ങൾ വാരിക്കോരി നൽകുന്നു ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്കും ഏതാണ്ട് 440ഓളം സൈനികരുടെ ജീവൻ നൽകി. അതായത് ഹിസ്ബുള്ള ഭീകരരുടെ. അതുപോലെ ഇനി ഹൂതികൾക്കുള്ള സമ്മാനം അമേരിക്ക പറഞ്ഞു അത് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തോളാമെന്ന്. ശരി, അവർക്കത് വിട്ടു. ദൈറ അൽ ബലാഹിലെ മസ്ജിദിന് നേരെയാണ് ബോംബാക്രമണം നടത്തിയത് ഇസ്രായേൽ. ശനിയാഴ്ച രാത്രി ഇബ്നു റുഷ്ദ് സ്കൂളിലും ഷുഹാദ അൽ-അഖ്സ പള്ളിക്കും നേരെ വ്യോമാക്രമണം നടത്തിയതായി IDF അവകാശപ്പെട്ടു. ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ട നിരവധി പേർ മസ്ജിദിൽ അഭയം തേടിയിരുന്നു. സാധാരണക്കാരും കുട്ടികളും അടങ്ങുന്ന ആളുകൾക്കിടയിൽ ഹമാസ് ഭീകരർ കയറി ഒളിക്കുകയും ഹമാസ് ഭീകരരെ ഇസ്രായേൽ ബോംബാക്രമണത്തിലൂടെ ലക്ഷ്യം വെക്കുകയും ചെയ്തു. പള്ളി ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കോംപ്ലക്സ് ആയി ഉപയോഗിക്കുകയാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. അങ്ങനെ നടത്തിയതാണ് ആ ബോംബാക്രമണം. അതിൽ ഒരുപാട് ഹമാസ് ഭീകരരുടെ ജീവൻ പൊലിഞ്ഞു. എന്നാൽ ഹമാസ് ഭീകരരെ തങ്ങൾക്കിടയിൽ ഒളിപ്പിക്കാതിരിക്കാൻ സാധാരണക്കാർക്ക് സാധിക്കുന്നുമില്ല. സമാനതകളില്ലാത്ത പ്രതിരോധവുമായി അതിജീവനത്തിനു വേണ്ടി ഗാസ മുനമ്പിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുക്കാൽ മീഡിയകൾ ആഘോഷിക്കുമ്പോൾ 1 വർഷം തികയുന്നു യുദ്ധത്തിന്. ഇതാര് കൊടുത്തതാ? ആര് വിലയ്ക്ക് വാങ്ങിയതാ? കൊടുത്താൽ കൊല്ലത്തും കിട്ടില്ലേ? സമാനതകളില്ലാത്ത പ്രതിരോധം, സമാനതകളില്ലാത്ത രൂപത്തിലല്ലേ അങ്ങോട്ട് ആക്രമിച്ചത്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചും കിട്ടില്ലേ? കഴിഞ്ഞ 1 വർഷത്തോളമായി ഇസ്രായേലിയർ അതിന്റെ പ്രതികാരമാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ലോകശക്തികളുടെ പിന്തുണയുണ്ട് ഇസ്രായേലിന്. ഇനി ഇസ്രായേലിന് ആ പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഇസ്രായേൽ വച്ച കാല് മുമ്പോട്ട് തന്നെ വയ്ക്കും. ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുക, ഇതാണ് നെതന്യാഹുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. 1 വർഷമായി തുടരുന്ന പോരാട്ടം. 45,000 ബോംബുകളാണ് 1 വർഷത്തിനിടയിൽ ഇസ്രായേൽ ഗാസയിൽ വർഷിച്ചത്. വെറും 326 ചതുരശ്ര കിലോമീറ്റർ മാത്രം 23 ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേലിന്റെ ഈ പ്രതികാര നടപടികൾ. ലോകത്ത് ഏറ്റവും ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ ഒന്നാണിത്. 4 പാടും അടച്ചിട്ട് രക്തത്തിൽ മുക്കിയിട്ടും ഗാസ അടങ്ങിയില്ല. ഇസ്രായേൽ പ്രതികാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഗാസ പിന്നീട് കൂട്ടുവിളിച്ചത് ഹൂതികളെയാണ്, ഹിസ്ബുള്ളയെയാണ്, ഇറാനെയാണ്, സിറിയയെയാണ്, ഐസിസിനെയാണ്. അപ്പോഴും പരാജയപ്പെടാൻ തയ്യാറാകാതെ ഇസ്രായേലിനെതിരെയുള്ള കുതന്ത്രങ്ങളുമായി സംഘടിതമായി മുന്നോട്ട് പോകാൻ തന്നെ ഹമാസ് തീരുമാനിച്ചു. ഇസ്രായേൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഈ യുദ്ധങ്ങളൊക്കെയും. അതുപോലെ തന്നെ ഖാൻ യൂനിസിലും റാഫയിലും ഒക്കെ കൊടുത്തു. ഹമാസിന്റെ ശേഷി തകർത്തെറിയുകയായിരുന്നു ഇസ്രായേൽ. മാസങ്ങൾ പിന്നിട്ടിട്ടും
ഒരുപാട് രാജ്യങ്ങളെയും തീവ്രവാദ സംഘടനകളെയും ഒക്കെ കൂട്ടുപിടിച്ച് വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇസ്രായേൽ. ഗാസ ഇസ്രായേലിനെതിരെ എന്തൊക്കെ തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഹമാസ്. അങ്ങനെയാണ് നിങ്ങൾ എത്രമാത്രം ഞങ്ങളോട് പ്രതികാരത്തോടുകൂടി ഓടിയെടുക്കുന്നോ അത്രമാത്രം ചെറുത്തുനിൽപ്പിന്റെ രൂപത്തിൽ ഞങ്ങളും നിൽക്കുമെന്ന് ഇസ്രായേലും പറഞ്ഞു. അങ്ങനെയാണ് ഗാസയിലെ മസ്ജിദിൽ സാധാരണക്കാര് ജീവിക്കുന്ന ഇടത്തേക്ക് ഹമാസ് ഭീകരർ ഓടിക്കയറുന്നതും അങ്ങനെ 21 ഹമാസ് ഭീകരരെ അതിനോടകം തന്നെ ഇസ്രായേൽ നിഷ്പ്രഭമാക്കുകയും ചെയ്തു. സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബല മസ്ജിദ് ലക്ഷ്യമാക്കി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നടത്തി. 21 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. 20-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. പലായനം ചെയ്യേണ്ടി വന്ന നിരവധി പേരെ ഈ പള്ളിയിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിന്റെ കേന്ദ്രമായിരുന്നു ഈ പള്ളി. വടക്കൻ ഗാസയിലെ ജബലിയയ്ക്ക് സമീപമുള്ള ബെയ്ത്ത് ലാഹിയ നഗരത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇസ്രായേലിന്റെ കനത്ത ബോംബ് വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിന് നാളേക്ക് 1 വർഷം തികയാനിരിക്കുമ്പോൾ പുതിയ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുക കൂടിയാണ് ഇസ്രായേൽ. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഹമാസിനോട് നടത്തിയ ആക്രമണത്തിൽ 42,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 97,000-ഓളം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 814 പള്ളികളും 3 ചർച്ചുകളും 19 ഖബറിടങ്ങളും നശിപ്പിച്ചതായി ഗാസയിലെ മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ 148 പള്ളികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതിലൂടെ $350 മില്യൺ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തന്നെയുമല്ല, സൈന്യം ഹമാസ് ഭീകരരിൽ വലിയ ഒരു വിഭാഗം ആളുകളെ കൊല്ലുകയും അതിനേക്കാൾ വലിയ ഒരു വിഭാഗം ആളുകളെ ബന്ദികളായി തടവിലും സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ ഇവരെന്തോ ചെയ്തു, ഇസ്രായേലിന്റെ സൈനികരെ ഒക്കെ ഇവർ കൊന്നൊടുക്കി എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേലിലെ ഒരാളെ ഇവർ കൊല്ലുമ്പോൾ 1000 പേരെയാണ് അവർ തിരിച്ചു കൊല്ലുന്നത് എന്ന് മറക്കരുത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ സകല സന്നാഹങ്ങളോടുകൂടിയും സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ 2 രാജ്യവും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനോട് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു സ്വകാര്യ ബസ്സിന് ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ട ഉടമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വിമർശനവും ഒരു ക്യാമ്പയിനും നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതെ, ഇസ്രായേലിന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും ശരി, അവരെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ 1 വർഷമായി ഞാൻ അനുഭവിക്കുന്ന വേട്ടയാടലും ചെറുതല്ല. മംഗളൂരുവിലെ മൂഡബിദ്രി കിന്നിഗോളി കട്ടിയിൽ മുൽക്കി റൂട്ടിലോടുന്ന ഒരു ബസ്സിനാണ് ഉടമയായ ലെസ്റ്റർ കട്ടേൽ ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടത്. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. ഇതിന് പിന്നാലെ ഉടമ ബസിന്റെ പേര് ജെറുസലേം ട്രാവൽസ് എന്നാക്കി മാറ്റി. ദീർഘകാലം ഇസ്രായേലിൽ ജോലി ചെയ്ത ലെസ്റ്റർ കട്ടീൽ അടുത്തിടെയാണ് തന്റെ ബസ്സിന് ഇസ്രായേൽ ട്രാവൽസ് എന്ന് പേരിട്ടത്. ഈ പേരിട്ടതിൽ എന്താണ് ഇത്ര പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ലെസ്റ്ററിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ വിമർശനം ഉയർന്നു. എന്തിന്റെ കാര്യമുണ്ട്? ഹമാസ് ഭീകരനെ ഈ കേരളത്തിൽ മലബാറിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിന് പങ്കെടുക്കാൻ മണിക്കൂറുകളോളം അവസരമുണ്ടാക്കിയ ഈ കേരളം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഹമാസ് ഭീകരർക്കു വേണ്ടി നിലകൊള്ളുന്ന ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയ ഇസ്രായേലിന്റെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധിച്ച ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തേ ഇസ്രായേൽ എന്ന് വണ്ടിക്ക് പേരിട്ട കുഴപ്പം? അതിനിടയിലാണ് ശനിയാഴ്ച ബംഗളൂരുവിലെ
ഫ്രീഡം പാർക്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 600ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയത്? കുഴപ്പമില്ലല്ലോ, അത് പലസ്തീൻ ഐക്യദാർഢ്യമാണ് അല്ലേ? ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലാണ് കുഴപ്പം, അത് രാജ്യത്തിന്റെ താല്പര്യമാണ്. കാരണം ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണല്ലോ സ്വതന്ത്ര ഭാരതം. അതുകൊണ്ട് ഈ രാജ്യം പിന്തുണ അർപ്പിച്ച ഇസ്രായേലിന് പിന്തുണ അർപ്പിക്കാൻ പാടില്ല നമ്മൾ ആരുമല്ലേ? കൊള്ളാം. 600ഓളം ആളുകൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബംഗളൂരു ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന സംഘടനയിൽ നേതൃത്വത്തില് ഒരു പരിപാടി നടക്കുവാണ്. വനിതാ കർഷക സംഘടനാ പ്രവർത്തകര്, ട്രേഡ് യൂണിയൻ പ്രവർത്തകരൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നു. അവർക്കൊന്നും എതിർപ്പുകളില്ല. പരിപാടിയിൽ പലസ്തീൻ പതാക ഉയർത്താൻ പോലീസ് അനുമതി നൽകിയില്ല, അവർ അതും ചെയ്യുമായിരുന്നു. കർണാടകത്തിലെ റായ്ചൂരിൽ നബിദിന റാലിക്കിടയിൽ പലസ്തീൻ പതാക ഉയർത്തിയ സംഭവത്തില് 8 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ നടക്കാതെ. കേസെടുത്താലും സാരമില്ല, ഉയർത്താൻ അവസരമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് ചെയ്യും. അങ്ങനെ പലയിടങ്ങളിലും മതവികാരം വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ പതാക പൊക്കിയതിനെതിരെ പല ആളുകൾക്കുമെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പലസ്തീനോ ഹമാസിനോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക്. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ ലെബനനിലെ ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. സ്ഥലമില്ല, ആരോഗ്യ പ്രവർത്തകരില്ല, ആശുപത്രിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഒരു ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ 7 പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു. വ്യോമാക്രമണത്തിൽ ആശുപത്രിക്ക് കേടുപാട് സംഭവിച്ചു. ഇതോടെ ആശുപത്രി അടച്ചുപൂട്ടി. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഭയം കാരണം പ്രദേശത്തെ ആംബുലൻസ് ജീവനക്കാർ സർവീസ് നിർത്തിവെച്ചതോടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനാകാത്ത സാഹചര്യമാണ് എന്ന് മർജയൂൺ ആശുപത്രി ഡയറക്ടർ പറഞ്ഞു. ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും പരാതിയുണ്ട്. ഇസ്രായേൽ യുദ്ധക്കുറ്റം ചെയ്തതായി ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ ആക്രമണത്തിന് പിന്നാലെ പല ആശുപത്രികളും അടച്ചുപൂട്ടി. ജീവനക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ആശുപത്രി ഡയറക്ടർമാർ അറിയിച്ചത്. മർജയൂൺ സർക്കാർ ആശുപത്രി, സലാ ഖണ്ടൂർ ആശുപത്രി തുടങ്ങിയവയൊക്കെ ഇതിനോടകം അടച്ചുപൂട്ടി. പലയിടത്തും വൈദ്യുതി ഇല്ലാത്തതും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ലെബനനിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2000-ലധികം പേർ കൊല്ലപ്പെട്ടു. 9535-ലധികം പേർക്ക് പരിക്കേറ്റു. സെപ്റ്റംബർ 23 ശേഷമുള്ള കണക്ക് മാത്രമാണിത്. ലെബനനിൽ ഗുരുതരമായ പലായന പ്രതിസന്ധിയാണ് എന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ അഭയം തേടി തെക്കൻ മേഖലയിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുകയാണ്. എപ്പോഴാണോ ഹമാസിനു വേണ്ടി ലെബനൻ രംഗത്തിറങ്ങിയത്, ഹിസ്ബുള്ള രംഗത്തിറങ്ങിയത്, അതോടെ ലെബനന്റെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഒരു കാര്യവുമില്ലാതെയാണ് ലെബനൻ ഇസ്രായേലിനോട് കേറിമുട്ടിയത്. 1 വർഷമായി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുമ്പോൾ ഒക്ടോബർ 7 ഈ യുദ്ധത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ 440 ഹിസ്ബുള്ള അംഗങ്ങളുടെ ലിസ്റ്റാണ് ഇസ്രായേൽ ലെബനന് നൽകിയത് ഗിഫ്റ്റായിട്ട്. 440 ഹിസ്ബുള്ള ഭീകരരുടെ തലകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ബാക്കി കൂടി എടുക്കാം, ഞങ്ങൾക്കൊരല്പം സാവകാശം തരണം. ഹൂറികൾ തിരക്കിലാണ്. ഇത്രയും ഹമാസ് ആൾക്കാരെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഹിസ്ബുള്ള ടീമിനെയും അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഇനിയും ഹൂതികളെയും അങ്ങോട്ട് വിടാനുണ്ട്. നിങ്ങളൊന്ന് സമാധാനപ്പെടും മനുഷ്യരെ, ഞങ്ങൾ മനുഷ്യരല്ലേ, ഹൂറികൾക്ക് ഒരല്പം വിശ്രമം വേണ്ടേ എന്ന രൂപത്തിൽ 440 പേരുടെ
ലിസ്റ്റ് കയ്യിൽ കിട്ടിയതോടെ ലെബനൻ ഒന്ന് വിറച്ചു. പല സമയങ്ങളിലായി ചിന്നിച്ചിതറപ്പെട്ട ഹിസ്ബുള്ള ഭീകരരുടെ ലിസ്റ്റുകൾ ഒന്നാകെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, നമ്മുടെ കുത്തിക്കഴപ്പ് കാരണമാണല്ലോ എന്നവർ ഓർത്തു. ഈ മാസം ആദ്യം ലെബനനിൽ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം ഒരൊറ്റ മാസം കൊണ്ടാണ്, ഈ സെപ്റ്റംബർ മുതൽ ഇന്ന് ഒക്ടോബർ വരെ 440 ഹിസ്ബുള്ള അംഗങ്ങളെ കൊന്നതായി ഇസ്രായേലിന്റെ IDF, അതായത് അവരുടെ പ്രതിരോധ സേന ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു. പലസ്തീൻ അനുകൂല ഗ്രൂപ്പിന്റെ ദീർഘകാല നേതാവായ ഹസൻ നസ്രുള്ള ഉൾപ്പെടെ 1 ഡസനിലധികം ഉയർന്ന റാങ്കിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ അറിയുന്ന, മിസൈലുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദഗ്ധരായ ആളുകളെയാണ് കൂടുതലും ഇസ്രായേൽ നോട്ടമിട്ടത്. ഇപ്പോഴും ബോംബാക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. ഞങ്ങൾ ഹിസ്ബുള്ളയെ വടക്കോട്ട് തള്ളുകയാണ്. ഓപ്പറേഷന്റെ തുടക്കം മുതൽ ഞങ്ങൾ 440 ഭീകരരെ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 30 പേർ കമാൻഡിംഗ് ഓഫീസർമാരായിരുന്നു. IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഡാനിയൽ ഹാഗ്രി പ്രസ്താവന ഇറക്കി. ഒന്നുകൂടി നിങ്ങൾ മറന്ന പല നേതാക്കളുടെയും പേരുകൾ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന രൂപത്തിൽ ഇസ്രായേൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു. കാരണം അവരെ അനുസ്മരിക്കേണ്ടത് ഞങ്ങളാണല്ലോ എന്ന രൂപത്തിൽ. ശനിയാഴ്ച സംഘം 130ലധികം പ്രോജക്ട് ലൈറ്റുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചതായി IDF പറഞ്ഞു. അതായത് ഈ പ്രോജക്ട് ലൈറ്റ് അല്ല കേട്ടോ, പ്രോജക്ട് ടൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നു IDF. നേരത്തെ തന്നെ പറയുവാണ്, ഇന്ന ഇന്ന ഭാഗങ്ങളിൽ നിന്നും ജനവാസം ഒഴിഞ്ഞു പോകണം, ഞങ്ങൾ ഇന്ന ഇന്ന ഭാഗങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ടുന്ന ടെന്റുകൾ ഉൾപ്പെടെയുള്ള സമാന സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് ഇസ്രായേൽ ഒരു ഭാഗത്തെ ആക്രമിക്കുന്നത്. റെനിബി മാധവി ഇന്ന് സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. അല്ല, ഇറാൻ പേടിക്കുമല്ലോ, ഇസ്രായേലിന് കൊടുത്തോളും. ഇസ്രായേലിനറിയാം, ഇസ്രായേലിനെ എല്ലാ രാജ്യത്തെക്കാളും ഏറെ അറിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അജേഷ്, അയ്യോ, ഒരു അനുഗ്രഹാക്കിങ്ങോ എന്ന് പറയണത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇറാനിൽ പോയി ജീവിക്കാമോ എന്ന്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചുമ്മാ ചൊറിയാനേ അറിയത്തുള്ളൂ. ഞാൻ ഇന്ത്യക്കാരിയല്ലേ, നിന്നെയൊക്കെ പോലെ ഞാൻ രാജ്യദ്രോഹിയല്ല. ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തന്നിട്ട് വേറൊരു രാജ്യത്തോട് കൂറ് കാണിക്കാൻ. ഇറാന്റെ അകത്ത് പോലും ഇറാന്റെ ശത്രുക്കളാണുള്ളത്. ഇറാനിലെ ആളുകളോട് പോലും വിഷമിക്കേണ്ടതില്ല, ഈ സ്വേച്ഛാധിപത്യ ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചു തരാമെന്ന് നെതന്യാഹു വീഡിയോ ഇറക്കി പറഞ്ഞു കഴിഞ്ഞ ദിവസം. ശരിയെന്നാ നിഹാല് പറഞ്ഞത് ശരിയാന്നോ? എന്നാ നീ പോയി എവിടെങ്കിലും പോയിരിക്കച്ചല്ലേ. പ്രജീഷിന്റെ അമ്മ വെടിയാണെന്നോ? നിന്റെ ഭാഷ കേട്ടാൽ അറിയാലോടാ നീ ഏവനോ ഉണ്ടായതാണെന്ന്. അമ്മ വെടിവെച്ച് തന്നെയാണ് നീ ഉണ്ടായത്. ഇവർക്ക് മറുപടി പറയരുത് എന്ന് എന്നോട് എൻ്റെ ഫാൻസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള നെഗറ്റീവ് കമൻസുകളെ വായിക്കുക പോലും ചെയ്യരുതെന്നാ പറഞ്ഞു. ശരി, എന്തായിരുന്നാലും ഒറ്റ രാത്രി കൊണ്ട് ലെബനന്റെ തലസ്ഥാനത്ത് ഇസ്രായേൽ വ്യോമസേന നല്ല രൂപത്തിൽ തിരിച്ചടിച്ചു. 440 ഭീകരരെ തുരത്തി. ശനിയാഴ്ച അതിർത്തി നഗരമായ ഡെയ്സലേക്ക് ഇസ്രായേൽ നുഴഞ്ഞുകയറ്റം തടഞ്ഞതായിട്ട് ഹിസ്ബുള്ള പറഞ്ഞു. ലെബനനിലെ ദേശീയ വാർത്താ ഏജൻസിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ ആഴ്ച ആദ്യം കനത്ത പോരാട്ടത്തിന്റെ മാധ്യമ റിപ്പോർട്ടുകൾക്കിടയിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ IDF നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു. 2 വ്യത്യസ്തമായ വെടിവെപ്പിൽ ലെബനനിലെ ഭീകരർ ഒന്നൊന്നായി വീഴുന്ന സുന്ദരമായ കാഴ്ചയാണ് ലെബനന് കാണേണ്ടി വന്നത്.
ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ആ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും സൗകര്യമായി സംസാരിച്ചോ, അതല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെട്ട് ഒരു സമവായ ചർച്ചാ ഉപാധികളോടെയെങ്കിലും അവസാനിക്കേണ്ടിയിരുന്ന ഈ ഒരു യുദ്ധത്തെ ഈ ഒരു വർഷത്തേക്ക് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം ഹിസ്ബുള്ളയും ഹൂതികളും അവരെ പിന്നിൽ നിന്ന് നയിച്ച ഇറാനുമാണ്. ഇപ്പോൾ തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഇന്നലെ രാത്രി നടന്നു. ഇന്നിപ്പോ ഞായറാഴ്ച പുലർച്ചെ വരെ ഈ ആക്രമണം നീണ്ടു നിന്നതായിട്ടാണ് ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തന്നെ. തെക്കൻ ബെയ്റൂട്ടിൽ ഉടനീളം 2 മണിക്കൂറിലധികമാണ് സ്ഫോടനങ്ങൾ നടന്നതായിട്ട് വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്തത്. സ്ഫോടനങ്ങൾ കാരണം പരിസരവാസികൾ പരിഭ്രാന്തരായി. ചിലർ കാൽനടയായിട്ടും മറ്റുള്ളവർ മോട്ടോർ ബൈക്കുകളിലുമൊക്കെ രക്ഷപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. തെക്കൻ ബെയ്റൂട്ടിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുന്നത്. ആക്രമണം നടക്കുന്ന പ്രദേശത്ത് നിന്നും ജീവൻ വേണമെങ്കിൽ 500 മീറ്റർ എങ്കിലും സാധാരണക്കാർ മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. സെപ്റ്റംബർ 23 മുതൽ ഇസ്രായേൽ ലെബനനിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ആക്രമണങ്ങളിൽ 1110-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. അതിലാണ് 440 ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ആലോചിക്കണം, 1140 മരണങ്ങളാണ് ലെബനനിൽ ഇസ്രായേൽ ഒരുക്കിയത്. അതിൽ 440 പേർ ഹിസ്ബുള്ള ഭീകരരായിരുന്നു. സാധാരണക്കാരോ ആണോ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്? ആണോ? സാധാരണക്കാരെ രക്ഷപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ തന്നെയും ഇത്രയും വലിയ ബോംബാക്രമണത്തിൽ 600 പേരാണോ സാധാരണക്കാർ കൊല ചെയ്യപ്പെടേണ്ടത്? അപ്പോൾ ഇസ്രായേൽ അത്ര ജാഗ്രതയോടുകൂടിയാണ് സാധാരണക്കാരുടെ ജീവനെ കാണുന്നത്. സാധാരണക്കാർക്കിടയിലേക്ക് ഹിസ്ബുള്ള ഭീകരർ കയറി ഒളിച്ചാൽ എന്ത് ചെയ്യും? ലെബനനിൽ ഇപ്പോൾ പോരാട്ടം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള നേതാക്കന്മാര് തന്നെയാണ് ലക്ഷ്യം. ബെയ്റൂട്ടിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങൾ. അവിടം കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിമുറുക്കുന്നത്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ച ഹാഷിം സഫിയുദ്ദീൻ ഇസ്രായേൽ വധിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹാസിം സഫീദ്ദീനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ തല മാത്രം ഇസ്രായേൽ കൊണ്ടുതന്നു. നസറുള്ളയുടെ ബന്ധു കൂടിയാണ് ഹാഷിം സഫിയുദ്ദീൻ. 1964 തെക്കൻ ലെബനനിലെ ദെർഖനോൻ അൽ നഹീർ സഫിയുദ്ദീൻ ജനിക്കുന്നു. ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയ വ്യക്തി കൂടിയാണ്. 94 സജീവമായി ഹിസ്ബുള്ളയിലും. അന്നു മുതൽ നസറുള്ളയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് നസറുള്ളയുടെ തലതെറിച്ചത്. അപ്പോഴേക്കാണ് ഇവനും ചീട്ടു വീണത്. അതിനിടയിൽ തെക്കൻ ലെബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചു. 25 ഗ്രാമങ്ങൾ ഇനിയും നിഷ്പ്രഭമാകും, നിലംപൊത്തും. അങ്ങനെയാണ് ലെബനനിൽ ഇസ്രായേൽ കരയാക്രമണം കടുപ്പിക്കുന്നത്. 2ാം ദിവസമായ ബുധനാഴ്ച ഇസ്രായേലിലെ സൈനിക റോഡിൽ ഏറ്റുമുട്ടിയ ലെബനൻ ഭീകരർ ഹിസ്ബുള്ള ഭീകരർ കൂട്ടത്തോടെ മരിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിൽ ഇസ്രായേലി 2 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിനെ ഞെട്ടിച്ച ഒക്ടോബർ 7 ഹമാസ് ഭീകര ആക്രമണം. ഏതാണ്ട് നാളെ 1 വർഷം തികയുവാണ്. ഇസ്രായേലികളും വിദേശികളുമായി 1400ഓളം പേരെയാണ് അന്ന് ഹമാസ് വധിച്ചത്. 1200 റിപ്പോർട്ടുകളുണ്ട്. 250ഓളം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. തുടർന്നാണ് ഇസ്രായേൽ പലസ്തീനെതിരെ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3/4 ലക്ഷത്തോളം ആളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യ മുഴുവനും യുദ്ധത്തിനിടയാക്കി. ഈ സംഭവത്തിൽ
ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. അതിന് കൊല്ലപ്പെട്ട ഹമാസ് ഭീകരരുടെ ലിസ്റ്റ് ഹമാസിനും, കൊല്ലപ്പെട്ട ഹിസ്ബുല്ല ഭീകരരുടെ ലിസ്റ്റ് ഹിസ്ബുല്ലയ്ക്കും, കൊല്ലപ്പെട്ട ഹൂതി ഭീകരരുടെ ലിസ്റ്റുകൾ ഹൂതിക്കും നൽകുകയാണ്. പലസ്തീൻ ഒരു ലിസ്റ്റ്, ലെബനൻ ഒരു ലിസ്റ്റ്, യമൻ ഒരു ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളും ചേർത്ത് ഇറാനും കൊടുത്തു ഇസ്രായേൽ. വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ പടക്കം പൊട്ടിക്കാൻ മറക്കരുത്. ഇത്രയും ആളുകളെ കൂടി നിങ്ങളൊന്ന് അനുസ്മരിക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോ പതിച്ചവർ ജനിച്ച ഡേറ്റും മരിച്ച ഡേറ്റും ഇട്ടിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. ഹമാസ് അംഗങ്ങൾ ഏറ്റവും അധികം നാശം വിതച്ച നഗരങ്ങളിൽ ഒന്നായ എസ്ദറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ നടന്ന, അതുപോലെ കിബുൽസിലും നടന്ന അനുസ്മരണ ചടങ്ങുണ്ടാകും. അവിടെയായിരുന്നല്ലോ ഇവര് അന്ന് വേലി ചാടിയെത്തിയത്. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുത്സ് ബീരിയിൽ റാലി നടക്കും. 100-ലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലമാണത്. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ടെല്ലവീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് സാധാരണക്കാർ. ഇസ്രയേലിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബന്ദികളായിരിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ പ്രധാനമാണ്. ആ ഇടയ്ക്കാണ് ഇപ്പോഴിതാ ഫ്രാൻസുമായി ഇസ്രായേലിന് എന്തോ ചെറിയ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ആയുധങ്ങൾ അല്ലെങ്കിലും ഫ്രാൻസ് ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ തോതിൽ ഇന്ന ആയുധങ്ങൾ നൽകില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് നിങ്ങൾ ആയുധം നൽകിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത്. ആയുധം ഉപേക്ഷിച്ച് താൻ അഹിംസ മാർഗം സ്വീകരിച്ചു എന്ന് ഒരു ഭീകരനായ യാസിൻ മാലിക് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു. ഏതാണ്ട് ഇസ്ലാമിക ഭീകരർക്ക് പോലും ഈ യുദ്ധം മടുത്തു കഴിഞ്ഞു. വേണ്ട, ഞങ്ങൾക്കിനിയും ഈ ആയുധം എടുത്ത് ചോര കണ്ട് സമാധാനമില്ലാതെ കുടുംബങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകുവാണ്, ഒരു രക്ഷയുമില്ലാതെ. ആ സമയത്ത് ഭീകരന്മാര് പോലും മാനവികതയിലേക്ക് വരുന്നു. ഞങ്ങൾക്കിനി വേണ്ട യുദ്ധം. പക്ഷേ 6-ാം നൂറ്റാണ്ടിലേക്ക് അടിച്ചമർത്തപ്പെട്ട കുറച്ച് ബ്രെയിനുകൾ ഇനിയും മാറി തിരിഞ്ഞു വരാനുണ്ട്. ഇപ്പോൾ യമനിലെ ഹൂതികളുടെ 15 കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. അമേരിക്ക പറഞ്ഞു, ഹൂതികളെ ഇനി മുതൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഹിസ്ബുള്ളയെ ബ്രിട്ടൻ നോക്കട്ടെ, ഹമാസിനെ ഇസ്രായേൽ ഒതുക്കിക്കോ. എന്ത് എളുപ്പമായി. ഇത് എപ്പോഴാണെന്നറിയാമോ? ഇറാന് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലായത്, ചേടാ ഇവരൊരുമിച്ച് നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഒരുമിച്ച് നിന്നൂടെ. അങ്ങനെയാണ് അമേരിക്ക കൃത്യമായ രൂപത്തിൽ ഒരു അജണ്ടയോടുകൂടി ഇസ്രായേലിനെ സമീപിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ വിമാനങ്ങളിൽ നിന്നും യുദ്ധക്കപ്പലുകളിൽ നിന്നും ആക്രമണം നടത്തിയതായി US പ്രതിരോധ മന്ത്രാലയത്തിന്റെ പെന്റഗൺ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. യമന്റെ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന നഗരങ്ങളിൽ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. നവംബർ മുതൽ ഹൂതി വിമതർ ചെങ്കടലിൽ 100ഓളം കപ്പലുകൾ ആക്രമിച്ചു. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത്. ഹമാസിനു വേണ്ടി ഗാസയ്ക്കു വേണ്ടി ഹമാസിനും ഗാസയ്ക്കും വേണ്ടിയാണ് ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനോട് ഇടയുന്നത്. അതിൽ നല്ല രൂപത്തിൽ ഹിസ്ബുള്ള പാഠം പഠിച്ചു. നേതാവില്ലാതെയായി, നേതൃത്വമില്ലാതെയായി അവരുടെ സംഘടന പോലും, ഭരണാധികാരി ഇല്ലാതെയായി അവരുടെ രാജ്യം പോലും. ഗാസയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന് കിട്ടിയ കിട്ടല. ഹൂതികളുടെ ആയുധ സംവിധാനങ്ങൾ, താവളങ്ങൾ, മറ്റ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ ആക്രമണത്തിൽ അമേരിക്ക ലക്ഷ്യമിട്ടു. യമന്റെ തലസ്ഥാനം ഉൾപ്പെടെ നിരവധി നഗരങ്ങൾ നിലംപതിച്ചു. ഹൂതി വിമതരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ തന്നെ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ. തിങ്കളാഴ്ച യമനിൽ അമേരിക്കൻ നിർമ്മിത MQ-9 റീപ്പർ ഡ്രോണ് ഹൂതി വിമതർ തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. US സൈന്യം ഈ വാർത്ത സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു പുതിയ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ഒറ്റതിരിഞ്ഞിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം ദൈവത്തിന്റെ പാർട്ടി തലവന്മാരെന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയിലെ
ഓരോരോ തലവന്മാരുടെയും തലകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെയാണ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായി ഇവർ ഡിക്ലെയർ ചെയ്ത ആള് ഇസ്രായേലിൽ കൊണ്ടുപോയി, അടുത്ത ആളെ പ്രഖ്യാപിച്ചു കൊണ്ടുപോയി, അടുത്ത ആളെ പ്രഖ്യാപിച്ചു കൊണ്ടുപോയി. അങ്ങനെ 6ഓളം തലകൾ ഒന്നിനു പുറകെ ഒന്നായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നിലംപൊത്തി. ഇപ്പോൾ ഇസ്രായേൽ ഗാസയെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഗാസയിലെ അഭയ കേന്ദ്രത്തിന് നേരെയാണ് കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ. ഇപ്പൊ ഇറാൻ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. അടിച്ചോ, അതിനും തിരിച്ചടി ഉണ്ടാകും. ഇസ്രായേൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് നാഗരികതയുടെ ശത്രുക്കൾക്ക് സഹിക്കുന്നില്ല. 7 മുന്നണികളാണ് ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരായ സപ്തമുഖ യുദ്ധം, അതിനാണ് ഇറാൻ ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെയും പിന്തുണയില്ലാതെ ഞങ്ങൾ യുദ്ധത്തിൽ വിജയിക്കുമെന്നും ആ സപ്തമുഖ യുദ്ധം 7 രാജ്യങ്ങളും ഒരുമിച്ച് വന്നാലും ശരി ഞങ്ങൾ ഒറ്റയ്ക്ക് അതിനെ പ്രതിരോധിക്കുമെന്നും പറയാൻ ഇസ്രായേലിന് ചങ്കൂറ്റമുണ്ട്. ഇസ്രായേലിന്റെ പോരാട്ടം ഇസ്രായേലിയർക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, ലോകത്തെ മുഴുവൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയാൻ എന്താണ് കാരണം? ഇവര് വളർന്നു വരുന്തോറും ഓരോ മനുഷ്യനും ആപത്താണ്. എല്ലാ രാജ്യങ്ങളുടെയും മനസമാധാനം കാർന്നു തിന്നുന്നവരായിട്ട് ഇവര് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിൽ വീണ്ടും വന്നു. എത്ര സൈറ്റുകൾ ഇവനിങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ. ഓരോ ദിവസവും ഓരോ സൈറ്റ് ഉണ്ടാക്കി വരുമ്പോഴെല്ലാം ഞാൻ ആളെ പറഞ്ഞു വിടും, വീണ്ടും അടുത്ത സൈറ്റ് ഉണ്ടാക്കി വരും. ശരി, എത്ര ഉണ്ടാക്കും നമുക്ക് നോക്കാം. വരുന്നതെല്ലാം നില്ലിന് വേണ്ടത് എൻ്റെ കെട്ടിയോന്. എൻ്റെ കെട്ടിയോന് ലൈവൊക്കെ ഇടാറുണ്ട്, പോയി നോക്കിക്കോ ചെല്ലേ. ദിവസവും ഓരോ സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും നില്ല്. കാരണം വന്ന് പറയുന്നതെല്ലാം അനാവശ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരും. ഭീകരതയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അതെ ശ്രീകുമാർ, അറബ് രാജ്യങ്ങൾ മുഴുവനും, ഏതാണ്ട് ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനോടൊപ്പം ഒരുമിക്കുന്നത് അവർക്ക് മനസമാധാനം വേണമെന്നുള്ളത് കൊണ്ടാണ്. ഇസ്രായേലിനോടൊപ്പം ആ രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്. കാരണം ഹൂതികൾ ഇനി വളർന്നു വന്നാൽ സൗദി അറേബ്യക്ക് തകരാറാണ്. സൗദി അറേബ്യക്ക് ഒരു പ്രശ്നമുണ്ടായാൽ മറ്റ് രാജ്യങ്ങൾക്ക് കണ്ണുമടച്ചു നോക്കിയിരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും അവരും ഇതിനകത്ത് ഇടപെടും. അപ്പോ ഇതൊരു വേൾഡ് വാറായിട്ട് വീണ്ടും മാറും. ഇറാന് വേണ്ടതും അത് തന്നെയാണ്. ഇറാൻ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാനൊക്കെ പറ്റും, പക്ഷെ ഞങ്ങൾ കീലേരി അച്ചുവാണ്, ഞങ്ങളോടും മറ്റ് അറബ് രാജ്യങ്ങളോടും കളിക്കാൻ നിങ്ങളുണ്ടോ എന്നാണ് ഇസ്രായേലിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ പേടിച്ച് പതറിപ്പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ സപ്തമുഖ യുദ്ധത്തിന് വേണ്ടി ഇറാന്റെ കൊമേനി ബങ്കറിനകത്തിൽ ആസൂത്രണം ചെയ്തു. 7 രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെതിരെ പോരാടുന്നു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ശരി നിങ്ങൾ 7 പേര് ഒരുമിച്ച് വന്നു, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി, ഞങ്ങൾ ഒറ്റയ്ക്ക് മതി. ഒറ്റയ്ക്ക് പോരാടാൻ ഉറച്ച ഭീരുക്കളല്ലാത്ത യോദ്ധാക്കളായ, സ്വന്തം കഴിവിലും മികവിലും വിശ്വാസമുള്ള, രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള സൈനികരുടെ കഴിവിലും ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക മികവിലും വിശ്വാസമുള്ളത് കൊണ്ട് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ ശ്രമിക്കുന്നത് ലോക മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടിയാണ്. ലോക മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി, മനസ്സമാധാനത്തിനു വേണ്ടി, അവരുടെ സ്വൈര ജീവിതത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമാണ് അവരോടൊപ്പം നിൽക്കാനേ ആർജവമുള്ള ഏതൊരു രാജ്യത്തിനും കഴിയും. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ഒരുത്തനെ എൻ്റെ തലയിൽ തൊടിയിടിപ്പിക്കാൻ വന്നതാണ്.
ഞാൻ പറഞ്ഞു പതിയെ വീട്ടിൽ പോയിരുന്നു, തുണിയോ മണിയോ എന്ത് വേണമെങ്കിലും ഇട്ടോ പോയിക്കോ. അല്ലെങ്കിലും റാഷണൽ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് ആലോചിച്ചാൽ മനസ്സിലാകൂലേ? അവർക്കൊന്നും മതമല്ലല്ലോ വേണ്ടത്. അതുമാത്രമല്ല, മറയിൻ നബിയുടെ കാലത്ത് ഈ നില്ല് അവന് ഭാര്യ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളുണ്ടെങ്കിൽ അവരുമായിട്ട് പോകുന്ന സമയത്ത് നബി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവരെ അവിടെ നിർത്തിയിട്ട് ഇവൻ പോകേണ്ടി വന്നേന്. സത്യമാണ്. അതല്ല യുക്തിവാദി സ്വാഗതം. ഇവരൊക്കെ വിചാരിച്ചിരിക്കണതേ ഇവര് വിചാരിച്ചതുപോലെ പാകിസ്ഥാനാണെന്ന്. രക്ഷയില്ല മക്കളെ. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ജനാധിപത്യ ഭാരതമാണ്. ഇവർ വിചാരിക്കുന്നത്ര വേഗത്തിലൊന്നും ഈ രാജ്യത്തെ ഇവർക്കങ്ങ് തൊപ്പിയിട്ട് അറ്റം വെട്ടി രാജ്യത്തിന്റെ അറ്റം വെട്ടി കൊണ്ടുപോകാനൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി.